എല്ലാവർക്കും തക്ഷശിലയിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് 10ൻ്റെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് കണ്ടു, കറണ്ട് എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ, അപ്പോൾ നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്, അതിനകത്ത് ആറ്റംസ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോൺസും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബി കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ആവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കറണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ടാങ്ക് എ ടാങ്ക് ബി എടുത്തു, അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കിയിട്ടാണ് കറണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ടാങ്ക് എ, ഓക്കെ, ഇത് ടാങ്ക് ബി. അപ്പോൾ ടാങ്ക് എയിൽ ഇത്രയും വാട്ടർ ഉണ്ട്, ടാങ്ക് ബിയിൽ ഇത്രയും. ഇതൊരു ചെറിയ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്, ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ടാങ്ക് എടുക്കുകയാണ്, ടാങ്ക് സി. അതുപോലെ ടാങ്ക് ബി, എയുടെ അത്രയും തന്നെ വെള്ളമുണ്ട് ടാങ്ക് സിയിൽ. ഇവിടെ ഇത്രയും വാട്ടർ ഉണ്ട് ടാങ്ക് ഡിയിൽ. അപ്പോൾ നമുക്കറിയാം ഈ പൈപ്പിൽ കൂടെ എയിൽ നിന്ന് ബിയിലേക്ക് വാട്ടർ ഫ്ലോ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസോ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവാണ്, അതുപോലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടിലും എയിൽ നിന്ന് ബിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലേ, അപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. പക്ഷേ അതിൻ്റെ സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എവിടെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുതൽ അവിടെ വാട്ടറിൻ്റെ ഫ്ലോ കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെക്കാട്ടിലും കൂടുതൽ ഫ്ലോ ചെയ്യുന്ന എവിടെയായിരിക്കും? സിയിൽ നിന്ന് ഡിയിലോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയപ്പോൾ വാട്ടറിൻ്റെ ഫ്ലോയും കൂടിയല്ലേ. ഈ സെയിം കൺസെപ്റ്റാണ് ഇവിടെ. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് വി. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ടാവും, അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൂട്ടുമ്പോൾ ഐ എന്ന് പറയുന്ന കറണ്ടും കൂടും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം അല്ലേ. ബി കൂടുമ്പോൾ ഐയും കൂടും, മനസ്സിലായോ? ബി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Potential difference is directly proportional to the current flowing through the given circuit. അപ്പോൾ ഈ ഇക്വേഷൻ ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ. അതായത് ഇതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്, ഓക്കെ. എന്താ പറയുന്ന? ഓംസ് ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എ എന്ന് പറയുന്ന ടാങ്കും ഒരു ബി എന്ന് പറയുന്ന ടാങ്കും എടുത്തു, അതുപോലെ സി എന്ന് പറയുന്ന ടാങ്കും ഡി എന്ന് പറയുന്ന ടാങ്കും എടുത്തു.
അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്തത്, അല്ലെങ്കിൽ സിയിൽ നിന്ന് ഡിയിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്തത്. ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ രണ്ട് ടാങ്കും വാട്ടറിന്റെ ലെവല് സെയിം ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പം എയിൽ നിന്ന് ബിയിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നോ വാട്ടർ. അത് തന്നെയാണ് ഇവിടെ. നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടായത് അല്ലേ? അപ്പോൾ ഒരു സെല്ല് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. നോ സെൽ ഈസ് കണക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നോ സെൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അതിനർത്ഥം ബി എന്ന് പറയുന്നത് 0 ആണ്. ബി 0 ആകുമ്പോൾ ഐ എന്തായിരിക്കും? therefore I is also 0. അപ്പോൾ ബി 0 ആകുമ്പോൾ ഐ 0. ഇനി നമ്മൾ ബി കൊടുത്തു. സെൽ ഈസ് കണക്റ്റഡ്. ഒരു സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ ബി ഉണ്ടായി. ബി ഉള്ളപ്പോൾ കറണ്ടും ഫ്ലോ ആവും. അപ്പം ബി കൂടുന്ന അനുസരിച്ച് കറണ്ടും കൂടും. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും എന്നാണ് അർത്ഥം. അപ്പോൾ ബി കൂടുമ്പോൾ ഐ കൂടും. അപ്പോൾ ഇപ്പം ഞാൻ V1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ് കൊടുത്തതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറണ്ട് ഉണ്ടാവും. അതിനെ എന്താ വിളിക്കുക? നമ്മൾ I1 എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ V1 വീണ്ടും കൂട്ടി. അപ്പോൾ V2 ആയി. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? അതും കൂടും. അപ്പം അത് I2 ആവും. മനസ്സിലായോ? അങ്ങനെ V3 എന്ന് പറയുന്ന ഒരെണ്ണം കൊടുക്കുമ്പോൾ I3 എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ടാവും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ മീനിങ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന്. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ V ഈക്വൽ ടു എന്നാക്കുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് R ആണ്. I ഇൻറ്റു R. വേർ R എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. R എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന്റെ, ഇതാണ് കണ്ടക്ടർ. ഈ കണ്ടക്ടറുടെ റെസിസ്റ്റൻസ് ആണ് R. ഇതാണ് ശരിക്കും ഓംസ് ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ V ഈസ് ഈക്വൽ ടു, ഇത് എങ്ങനെ എഴുതാം? V ഈക്വൽ ടു I ഇൻറ്റു R എന്ന് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് ചിലപ്പോൾ വോൾട്ടേജ് തരും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് തരും, അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണം. ചിലപ്പം വോൾട്ടേജും കറണ്ടും തരും, അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ചാർജിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. അപ്പോൾ V ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ നമ്മളിപ്പോൾ V1 വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ I1 കറണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. V2 എന്ന് പറയുമ്പോൾ I2. അപ്പോൾ ഇതിനൊരു ഗ്രാഫായിട്ട് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഐയും ബിയും കൂടെ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? V1 വരുമ്പോൾ ഇവിടെ I1 വരും. V2 വരുമ്പോൾ I2 വരും. V3 വരുമ്പോൾ I3 വരും. V4 വരുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഗ്രാഫ് ബിയും ഐയും കൂടെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതിലെ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. നിങ്ങൾക്കത് പഠിക്കാനൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കിയിരിക്കാം. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണിത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് പഠിച്ചു. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അപ്പം V ഈസ് ഈക്വൽ ടു
ഐ ഇൻറ്റു ആർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ബൈ ഐ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വോൾട്ടേജും കറണ്ടും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ കറണ്ടും റെസിസ്റ്റൻസും തമ്മിൽ എങ്ങനെയായിരിക്കും? ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? അല്ല. ഇവിടെ ഐ മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് താഴെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. അപ്പോൾ ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1/r. ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് എഴുതാം. അല്ലെങ്കിൽ കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ കറണ്ട് ഇപ്പം നമുക്ക് മനസ്സിലായി ഇപ്പം എന്തൊക്കെ ഫാക്ടറിനെയാണ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ കറണ്ട് എന്തിനെ നോക്കും? ആദ്യം വോൾട്ടേജിനെ നോക്കും, പിന്നെ റെസിസ്റ്റൻസിനെ നോക്കും. വോൾട്ടേജിനായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. പക്ഷേ റെസിസ്റ്റൻസുമായിട്ടോ? റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഈ രണ്ട് ഫാക്ടറിനെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ആ സർക്യൂട്ടിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 100 വോൾട്ട് കൊടുത്തു. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതുപോലെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓം കേട്ടോ, ഓം. ഓക്കെ, ഓം ആണ്. അപ്പം ഇവിടെ നമ്മളൊരു 20 ഓം കൊടുത്തു റെസിസ്റ്റൻസ് ആർ. ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ കറണ്ട് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ ബി തന്നിട്ടുണ്ട് എത്രയാ? ബി ഈക്വൽ ടു 100 വോൾട്ട്. ആർ എന്ന് പറയുന്നത് എന്താണ്? 20 ഓം. അപ്പോൾ നമുക്ക് ഐ എങ്ങനെ കണ്ടുപിടിക്കാം? വി ബൈ ആർ. അപ്പോൾ 100/20. 100/20 എത്രയാ? 5 ആംപിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്കറിയാം അല്ലേ? ആംപിയർ. 5 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കറണ്ട്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിച്ചത്. അതിന് പറയുന്ന പേരെന്താണ്? ഓംസ് ലോ എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഐയും പിയും ആറും വെച്ചിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം തന്നിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും കറണ്ടോ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ വോൾട്ടേജോ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇപ്പം നമ്മളൊരു സർക്യൂട്ട് എടുത്തു. 100 വോൾട്ട് വോൾട്ടേജ്, 20 ഓം. ഇനി നമ്മൾ വേറൊരു ഇതെടുക്കുകയാണ്. ഇവിടെ 100 വോൾട്ട് തന്നെ. ഓക്കെ, ഇവിടെ 50 ഓം ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണെന്നറിയാം. ബി തന്നിട്ടുണ്ട്. ബി എന്താണ്? 100 വോൾട്ട്. ആർ എന്താണ്? 50 ഓം. അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ബൈ ആർ 100/50 എത്രയാ? 2 ആംപിയർ. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. പക്ഷേ ഇക്വേഷൻ നമ്മൾ മറന്നു പോയത്. ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്, ബി എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്.
അപ്പോൾ നമ്മൾ ഓംസ് ലോ എന്താണെന്ന് കണ്ടു. അതുപോലെ കറണ്ട് വോൾട്ടേജിനെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് എന്നാണ് നമ്മളിപ്പോൾ കണ്ടു, എന്നാലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അത് ശരിക്കും എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. ആ കണ്ടക്ടറിനോട് ഫ്ലോ ചെയ്യുന്ന ചാർജസിനെ അത് ഒപ്പോസ് ചെയ്യും, അതിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ to resist the flow of charges through it. ഓക്കെ, അപ്പോൾ അതുപോലെ റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? R എന്നാണ്. അതുപോലെ ഞാൻ പറഞ്ഞു അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതുപോലെ ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരെന്ന് പറയുന്നത് ഓം മീറ്റർ എന്നാണ്. ഡിവൈസ് യൂസ്ഡ് ടു മെഷർ റെസിസ്റ്റൻസ്. എന്താണ്? ഓം മീറ്റർ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ശരിക്കും ഒരു കണ്ടക്ടറിനകത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ആറ്റംസ് ഉണ്ട്, അതുപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഈ ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൊളീഷൻ ഉണ്ടാവും. ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യും. എന്തിനൊക്കെയാണ് കൊളൈഡ് ചെയ്യുന്നത്? ഒന്ന് ഈ ഫ്രീ ആയിട്ട് നടക്കുന്ന ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ കൊളൈഡ് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് അവർ ആ ഇലക്ട്രോൺസ് അങ്ങ് അറ്റത്തേക്ക്, അല്ലെ ആ ചാർജസ് ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് എത്തുന്നത്. ഈ കൊളീഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ തട്ടിയാണ് അപ്പുറത്തെ എൻഡിലേക്ക് പോകുന്നത്. അതിനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഇതിപ്പോൾ ഒരു വഴിയാണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഒരാൾ, ഇത് കറണ്ടാണ്, ഇവിടെ വേറൊരാളുണ്ട്, വോൾട്ടേജ്. ഈ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഈ കറണ്ട് എന്ന് പറയുന്ന ആളെ ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ആളെ അങ്ങോട്ട് തള്ളിവിടും, പുഷ് ചെയ്യും, പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം ഇവിടെ നിൽക്കുന്ന ആളോ, ഈ ആളുടെ പേര് റെസിസ്റ്റൻസ്. ഇയാൾ എന്ത് ചെയ്യും? ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ആ വഴി അങ്ങോട്ട് ചെറുതാക്കിയിട്ട് പോകാനായിട്ട് അങ്ങോട്ട് സമ്മതിക്കത്തില്ല. ഇപ്പം മനസ്സിലായോ? കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും എന്താണ്? കറണ്ടിന് ഫേവറബിളായിട്ടായിരിക്കും എപ്പോഴും വോൾട്ടേജ് നിൽക്കുന്നത്, പക്ഷെ അതിനെ ഒപ്പോസ് ചെയ്താണ് റെസിസ്റ്റൻസ് നിൽക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രോൺസും ആറ്റംസും തമ്മിലുള്ള കൊളീഷൻ. ഒരു ചാർജസ് ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് പോകുമ്പോൾ അത് ഫേസ് ചെയ്യുന്ന കൊളീഷൻ, അത് മറ്റ് ഇലക്ട്രോൺസുമായിട്ടും ആവാം, അല്ലെങ്കിൽ അതിലുള്ള മറ്റ് ആറ്റംസുമായിട്ടും ആവാം. ഓക്കെ, മനസ്സിലായല്ലോ? അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഉണ്ട്,
അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നി 20 ഓം അല്ലെ 50 ഓം അങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ വേരി ചെയ്യുന്ന റെസിസ്റ്റൻസും ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതിന് പറയുന്നത് റിയോസ്റ്റാറ്റ് എന്നാണ്. റിയോസ്റ്റാറ്റ് ആണ് വേരിയബിൾ റെസിസ്റ്റൻസ്. പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാം. 1K മുതൽ 2K വരെയോ എത്രയാണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ +1 ലാബിൽ നിങ്ങൾക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. 20 ഓമിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 50 ഓമിൻ്റെ അല്ലെങ്കിൽ 100 ഓമിൻ്റെ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് റിയോസ്റ്റാറ്റ് എന്ന് പറയും. അതിനെ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. അതിനെ നമുക്ക് വേരി ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1K മുതൽ 2K വരെയോ ഏത് വാല്യൂ, പല വാല്യൂസിൽ വെച്ചിട്ട് നമ്മൾ ഒരു സർക്യൂട്ടിൽ തന്നെ ഈ റിയോസ്റ്റാറ്റിനെ മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പല റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ +1 ആകുമ്പോൾ അല്ലെങ്കിൽ +2 ആകുമ്പോൾ ഇത് പഠിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് കൊളീഷൻ കൊണ്ടുണ്ടാവുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ട്രാഫിക് ആയിട്ട് കണക്കാക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രാഫിക്. അപ്പോൾ ട്രാഫിക് ഈ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോവുകയാണ് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സിഗ്നലുകൾ ഉണ്ടാവും അല്ലേ. ആ സിഗ്നലുകൾ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ കന്യാകുമാരി വരെ പോവുകയാണ്. അപ്പം ഡിസ്റ്റൻസ് വീണ്ടും കൂടി, അല്ലെങ്കിൽ പോകേണ്ട ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ അവിടെ തിരുവനന്തപുരം വരെ പോകുന്ന സിഗ്നലുകൾ അല്ലെ ട്രാഫിക് ആയിരിക്കുമോ കന്യാകുമാരി വരെ പോകുന്നത്? ട്രാഫിക് ഒന്നുകൂടെ കൂടി അല്ലേ, സിഗ്നലുകൾ കൂടി, ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് മനസ്സിലായോ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രാഫിക്കാണ്. അപ്പം നമ്മുടെ ലെങ്ത് കൂടുക അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട ദൂരം കൂടുന്നതനുസരിച്ച് ട്രാഫിക് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ട്രാഫിക് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിഗ്നലുകൾ ഒക്കെ കൂടുതലായിരിക്കും. അപ്പം ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും എപ്പോഴും. ലെങ്ത് കൂടുമ്പോൾ ഡിസ്റ്റൻസും, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. മനസ്സിലായോ? ഇപ്പം L1 ആണെങ്കിൽ ഇവിടെ R1 ആയിരിക്കും റെസിസ്റ്റൻസ്, L2 ആണെങ്കിൽ R2 ആയിരിക്കും റെസിസ്റ്റൻസ്. ഇനി അടുത്ത കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പോകുന്ന റോഡെന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമുക്ക് ഒരു കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ എത്താനായിട്ട് നമുക്ക് കൂടുതൽ ടൈം എടുക്കും അല്ലെങ്കിൽ കൂടുതൽ ട്രാഫിക്കിനെ ഫേസ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ പോകേണ്ട വഴി കുറച്ച് വൈഡനാണ്, നല്ല വീതിയുള്ള വഴിയാണെന്ന് വെച്ചോ. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ അവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് കുറവായിരിക്കും. നമുക്ക് ഓവർടേക്ക് ചെയ്തൊക്കെ കയറി പോകാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്നത് നാരോ ആയിട്ടുള്ള റോഡും അതുപോലെ കുറച്ച് വൈഡ് ആയിട്ടുള്ള റോഡും. അപ്പോൾ അതിനെന്താ നമ്മൾ പറയുന്നത്? ക്രോസ് സെക്ഷണൽ ഏരിയ. ലെങ്ത് സെയിം ആണ് വെച്ചു, ഏരിയ A1 അതേ ലെങ്ത്.
ക്രോസ് സെക്ഷൻ A2. അപ്പോഴും ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വേറെ വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പം നമുക്കിതിന് എന്ത് മനസ്സിലാക്കാം? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? R അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമെന്ന് പറഞ്ഞു. അപ്പം R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതുപോലെ ഏരിയ എങ്ങനെയാണ്? ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ട്രാഫിക് കുറയാണ് ചെയ്യുന്നത് അല്ലേ? റോഡിൻ്റെ വീതി കൂടുമ്പോൾ ട്രാഫിക് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നാണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതുന്നത്? R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മളൊരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ പറ്റിയാണ് പറയുന്നത്. അത് എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് ലെങ്തിനെയും ഒന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആൻഡ് R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാമല്ലോ. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ബൈ A എന്ന് എഴുതാം. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ്, അതിനെ നമ്മളിവിടെ ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റോ ഇൻറ്റു L ബൈ A. ഈ റോ എന്താണെന്നറിയാമോ? റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കണ്ടക്ടർ ഏത് മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന കണ്ടക്ടർ അല്ലെ വയർ എന്ന് പറയുന്ന കോപ്പറിൻ്റെ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഒരു R1 ആയിരിക്കും. അതുപോലെ ഇപ്പം നമ്മൾ വേറൊരു വയർ എടുക്കുവാണ്, അത് അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയാന്ന് വെച്ചു. അപ്പം അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വേറെ, അതിൻ്റെ R എന്നല്ല, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോയാണ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ അതിന് റോ 1 ആണെങ്കിൽ, ഇപ്പം അലൂമിനിയത്തിൻ്റെ റോ 1 ആണെങ്കിൽ കോപ്പറിൻ്റെ റോ 2 ആയിരിക്കും. അപ്പോൾ R എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ അതിൻ്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്, ഒരു കണ്ടക്ടറിനുള്ളിലുള്ള റെസിസ്റ്റൻസ്. മറ്റേ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം എന്തുകൊണ്ടുണ്ടാക്കിയ വയറല്ല, എന്തുകൊണ്ടുണ്ടാക്കിയ കണ്ടക്ടറാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ റോ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് റോയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? R ഇൻറ്റു A ബൈ L എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞു? ഓം. ഏരിയയുടെ നമുക്കറിയാലോ, മീറ്റർ സ്ക്വയർ, ലെങ്ത്തിൻ്റെ മീറ്റർ. അപ്പോൾ ഓം മീറ്റർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഇന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയേ? കറണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിച്ചു, ഏത് മെറ്റീരിയലാണ് കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ ലെങ്ത് സെയിം ആണെങ്കിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ സെയിം ആണെങ്കിലും രണ്ടും രണ്ട് മെറ്റീരിയൽ. ഇപ്പം
ഒരു കണ്ടക്ടർ, ലെങ്ത് L, ഏരിയ A. പക്ഷെ ഇത് ഞാൻ കോപ്പറിന്റെ വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ρ ആയി. ഇവിടെ ഞാൻ അലൂമിനിയം എടുത്തു, സെയിം ലെങ്തും സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ അലൂമിനിയം എടുത്തുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ρ2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന RL അല്ലേ ഇക്വേഷൻ. അപ്പം ഇവിടുത്തെ R എന്ന് പറയുന്ന R1 ആയിരിക്കും, ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R2 ആയിരിക്കും. മനസ്സിലായോ? ലെങ്ത് സെയിം ആണെങ്കിലും ഏരിയ സെയിം ആണെങ്കിലും മെറ്റീരിയൽ, എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി ഡിപ്പെൻഡ് ചെയ്യും റെസിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ഇനി നമുക്ക് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. ഓക്കെ. അതുപോലെ റെസിസ്റ്റിവിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ കറണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു കണ്ടക്ടറിൻ്റെ എബിലിറ്റിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ എബിലിറ്റി ടു ഒപ്പോസ് ദ കറണ്ട്, അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? R എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ കണ്ടതാണ്. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ, ഇതിനെ രണ്ടിനെയും റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റിവിറ്റി ρ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ റെസിസ്റ്റൻസിന് R, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ρ. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് O. ഓക്കെ. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓമീറ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടർ എടുത്തു. ലെങ്ത് L, ഏരിയ A. ഇവിടെ ഞാൻ കോപ്പർ എടുത്തത്, ഇവിടെ അലൂമിനിയം എടുത്തതെന്ന് വെക്കുക. അപ്പോൾ ഏരിയ സെയിം ആണ്, ലെങ്ത്തും സെയിം ആണ്. പക്ഷേ ആ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഏത് കണ്ടക്ടറാണ്, അതിൻ്റെ മെറ്റീരിയൽ ഞാൻ ആദ്യത്തേന് എടുത്തത് കോപ്പറാണ്, രണ്ടാമത്തേന് എടുത്തത് അലൂമിനിയം ആണ്. അതുകൊണ്ട് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ R1 ആയിരിക്കും, ഇവിടുത്തെ R2 ആയിരിക്കും. മനസ്സിലായോ? അപ്പം മനസ്സിലായല്ലോ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ റെസിസ്റ്റിവിറ്റി ഒരിക്കലും റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. മനസ്സിലായോ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, ഒരു ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ഏരിയയും ലെങ്ത്തും ഒക്കെ സെയിം ആണെങ്കിൽ പോലും മെറ്റീരിയൽ രണ്ടെണ്ണം ആണെങ്കിൽ റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് സെയിം ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ലെങ്ത്തും ഏരിയയും അതുപോലെ റെസിസ്റ്റിവിറ്റിയും സെയിം ആയിരിക്കും. അവിടെ ഒരേ മെറ്റീരിയൽ എടുത്താൽ മാത്രമേ സെയിം റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ റെസിസ്റ്റൻസ് രണ്ടെണ്ണത്തിൻ്റെ സെയിം ആവണമെങ്കിൽ ലെങ്ത് സെയിം ആയിരിക്കണം, ഏരിയ സെയിം ആയിരിക്കണം, അതുപോലെ റെസിസ്റ്റിവിറ്റിയും സെയിം ആയിരിക്കണം, സെയിം മെറ്റീരിയൽ ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ രണ്ട് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും സെയിം ആകത്തുള്ളൂ. റെസിസ്റ്റൻസ് എപ്പോഴും റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ റെസിസ്റ്റിവിറ്റി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ഏത് മെറ്റീരിയൽ, അലൂമിനിയത്തിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും, കോപ്പറിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായ റെസിസ്റ്റിവിറ്റി ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് കണ്ടു, അതുപോലെ ഓംസ് ലോ കണ്ടു, റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടു,
അതുപോലെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് കണ്ടു. V = I × R എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കും. അതുപോലെ R എന്ന് പറയുന്നത് ρL/A, ആ ഇക്വേഷനും നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ നമ്മൾ പിന്നെന്താണ് കണ്ടത്, റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയിലെയും തമ്മിലുള്ള ഡിഫറൻസ്. അത് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് മെറ്റീരിയലിൻ്റെ എബിലിറ്റിയും ഒന്ന് കണ്ടക്ടറിൻ്റെ എബിലിറ്റി. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ റെസിസ്റ്റിവിറ്റി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.